ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ആറ്റുനേന്ത്രൻ്റെ 4ാമത്തെ വാഴയുടെ വളം വെപ്പ്. നമ്മുടെ കഴിഞ്ഞ തവണത്തെ വാഴയുടെ സ്റ്റൈലാണോ ഇപ്പോഴാണ് നോക്കി. കഴിഞ്ഞ തവണ നിന്നത് എങ്ങനെയാണ്, പഴുത്ത് തവിട് കൂടിയായിട്ടല്ലേ തന്നെ. എന്നിട്ട് ആ പഴുപ്പിൽ നിന്നെല്ലാം നമ്മൾ രക്ഷിച്ച് നമ്മൾ ആ വളർത്തുമ്പോൾ മാത്രം രക്ഷിച്ചു. ഇതിൻ്റെ ഇലയമ്മ കുറേ വളം ഇട്ടിട്ട് വലിയ ഉപകാരം ഉണ്ടെന്ന് തോന്നല്ല. പക്ഷേ നേരെ തിരിച്ച് കടക്ക വേരിൻ്റെ കംപ്ലൈൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പഴുപ്പ് ഭൂരിഭാഗവും മാറി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ കോഴിവളം ഇവിടെ വാരി ഇട്ടിട്ടുണ്ട്. കണ്ട കോഴിവളം ഒരു 3 വലിയ പിടി വാരി നല്ല 3 പ്രാവശ്യം ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട്. 3 വാളൻ എന്ന് പറയും നമ്മളിവിടെ. കോഴിവളം നല്ലോണം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് കുറേശ്ശെ രാസവളം ഇടുന്നത്. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് ഫാറ്റംബോസ്, പൊട്ടാഷ്, യൂറിയ, മഗ്നീഷ്യം, ലൈറ്റായിട്ടാണ് എല്ലാം ഇട്ടിട്ടുള്ളൂ. കുറേശ്ശെ ചെറിയ തോതിൽ ചെറിയ അളവിൽ. അതും ഇടുന്നത് ഒരു 100 ഗ്രാം വീണാൽ മതി. കണ്ട, അതിനും കൂടുതൽ വീഴേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടി ഒരു മാക്സിമം പോയൊരു 150 ഗ്രാം വരെ എല്ലാവരും കൂടി ഈ 4 വളം കൂടി 150 ഗ്രാം വീഴേണ്ട ആവശ്യമുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. വാ, നമ്മളിങ്ങനെ വാഴയ്ക്ക് ഇങ്ങനെ തോന്നിയ വരെ വളം ഇട്ടാൽ ഇത് വിഘടിച്ച് നല്ല രീതിയിൽ വാഴയ്ക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ജൈവവളം എപ്പോഴും മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പം. കഴിഞ്ഞ വളത്തിന് നമ്മൾ രാജപ്പോസ് കണ്ടമാനം മിക്സ് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വാഴയുടെ പഴുപ്പും കാര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞ് നല്ല ആക്കവും ആരോഗ്യവും ഒക്കെ വീണ്ടും വന്നത്. ഇതിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ പൊട്ടാഷ് ഇടുന്നത് നമ്മുടെ ഇനി പഴുപ്പ് വരാണ്ടിരിക്കാനും, ഫാറ്റംബോസിലൊരു പ്രശ്നമുണ്ട്. ഫാറ്റംബോസിന് ഒരു കരിച്ചിൽ, ഇല കരിച്ചിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മഗ്നീഷ്യം കുറേശ്ശെ ഇതിനകത്ത് ചേർത്തേക്കണേ. പിന്നെ മഗ്നീഷ്യം രാസവളത്തിൽ ചേർക്കാൻ പാടുണ്ടോ എന്നൊക്കെ 1-2 പേര് ചോദിച്ചായിരുന്നു. രാസവളത്തിൽ കുറേശ്ശെ ചേർക്കണം, നല്ലതാണ്. നല്ല രീതിയിൽ വളം നല്ല രീതിയിൽ തന്നെ വലിക്കുകയും ചെയ്യും. എന്താ പറയുക, വാഴയ്ക്ക് അത് ഗുണം ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും വളം ചെയ്യുമ്പോൾ എല്ലാ വളങ്ങളും കൂടി മിക്സ് ചെയ്ത് ഇടുന്നത് വെച്ചാൽ എല്ലാത്തിൻ്റെയും എല്ലാ ഗുണങ്ങളും എല്ലാ വളങ്ങളുടെ ഗുണങ്ങളും നമുക്ക് വാഴയമ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ എല്ലാ വളങ്ങളും മിക്സ് ചെയ്തിരുന്നത്. കുഴഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഈ കോഴിവളം ഇട്ടേക്കുന്നതുകൊണ്ടേ കുറച്ച് നല്ല കട്ടിയിലാണ് മണ്ണിടണേ. ഈ എന്താ പറയുക, ഈ ചവറും നമ്മുടെ പുല്ലും. ഇനി പുല്ല് ഇതിനകത്ത് കയറാൻ പാടില്ല, കാരണം ഇനി അടിയിലേക്ക് കാര്യമായിട്ട് വെയിലടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുല്ലടക്കം ചീഞ്ഞു പോകണം. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ മണ്ണിടണേ, നല്ല കട്ടിയിൽ. ഒരു 150 ഗ്രാം വീതം വീഴാൻ മാരിയിൽ മാത്രമേ വളം ഇടണുള്ളൂ. ഓൾറെഡി കോഴിവളം കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല വളം ഉണ്ടാവും. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കോഴിവളം ഇടണേ. ഇനി ഒരു പ്രാവശ്യം കൂടി ഇടും. സാധാരണഗതിയിൽ 2ാമത്തെ വളത്തിന് നമ്മൾ ആട്ടുംകാട്ടം ഇടാറുള്ളതാണ്. അത് ചെയ്യാഞ്ഞത് ആ പഴുപ്പ് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ആട്ടുംകാട്ടം എല്ലാ സമയത്ത് വേണ്ടിയിരുന്നേ. അതുകൊണ്ടൊരു ചെറിയ ചേഞ്ച് വരുത്തിയതാണ്. ഇനിയിപ്പോൾ കോഴിവളം ഇടുന്നത് ഇപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ കോഴിവളം ഇടുന്നത് കൊണ്ട് കടക്കേന്ന് മറ്റേ കേടുകൾ, പുഴുക്കേടുകളും കാര്യങ്ങളും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വളം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ, ഈ മണ്ണിൻ്റെ മുകളിൽ നമ്മൾ ചുറ്റുവശവും വേപ്പും പിണ്ണാക്ക് കുറേശ്ശെ ഇടും. അതിന് മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ മുകളിൽ ഇട്ട് കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ അണുക്കളും പുഴുക്കളും കൂടുതൽ കടമേക്ക് കയറാണ്ടിരിക്കാനാണ്. ഏത് വളം ഇട്ടാലും നമ്മൾ മാക്സിമം അകത്തി ഇടണം കേട്ടോ. അല്ലെങ്കിൽ വേരിനും കടയ്ക്കും അത് വാഴയ്ക്കും ദോഷം ചെയ്യും. അപ്പോൾ കുറച്ചധികം അകത്തി വിടർത്തിയിടുക, വീശിയിടുക. ഇങ്ങനെ എല്ലാവർക്കും വീഴത്തക്ക രീതിയിൽ വീശിയിടുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതെ ഈ രീതിയിലാണ് നമ്മൾ വാഴയ്ക്ക് വളം ഇട്ട് മൂടുന്നത് കേട്ടോ. കണ്ട, നല്ല എന്താ പറയുക, കട്ടിയിൽ മണ്ണ് ഇട്ടേക്കാണ്.
അതായത് നല്ലോണം വേരോട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുല്ലും ഇനി പുല്ല് ഇതുമ്പോൾ മുളച്ച് കയറി പോരില്ല, കാരണം ഇത് ചോലയായി, അടിവശം ചോലയായി, മുകളിൽ അടിയിലേക്ക് വെയിലടിക്കാത്ത രീതിയിലായി. അപ്പോൾ പിന്നെ ഇനി പുല്ല് നിർത്തണേൽ ഒരു കഥയില്ല, പുല്ല് ഫുള്ളും മൂടിക്കളയുക. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇനിയുള്ള വളങ്ങൾ ഇനിയിപ്പോൾ നനയിക്കണം തന്നെ, അത് വരുമ്പോൾ മാക്സിമം പുല്ല് ഒഴിവാക്കണതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തേക്കാം, ആ ഫോൺ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആറ്റുനേന്ത്രൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ആ വെള്ളക്കുഴിയിലെ വളംവെപ്പാണ് അടുത്തത് തന്നെ, അവിടെ ഇടിച്ച് അടുത്ത് വെക്കാനുള്ളത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.